ആദ്യമായിട്ടാണ് 5 ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞ ഈ ഇന്റർവ്യൂ. ഗേൾസിനായാലും ബോയ്സിനാണേലും ഈക്വൽ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് വാഴയിലുള്ളത്. വളരെ ഒരു ഡിഫറെന്റ് ലുക്കിലാണ് മീനാക്ഷി. ഫസ്റ്റ് എന്തോ ഒരു റോൾ പേജിൽ എന്തോ പരിപാടി ഇവന്മാരൊക്കെ CF ചെയ്യാന്നൊക്കെ തുടങ്ങി എന്നോട് പറഞ്ഞു. കാലിന്റെ മുട്ട് വരെ പാന്റ് വെച്ചിട്ട് ജോമിനെ അമിത്തെ കണ്ടോ ഇതിവിടെ മുറിഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ ബഹളെറിഞ്ഞാലും ഇല്ല ഇല്ല പറയാൻ ഇത്തിരി നേരം എന്തിനി വേഗം ഇത്തിരി നേരം പറ്റി പേടിച്ച് ഞാൻ നിന്നോട്ടെ നിന്നൂടെ മൃദുല. ഇന്ന് എൻ്റെ കൂടെ ഉള്ള 5 കിടിലൻ ആർട്ടിസ്റ്റുകളാണ്. സിയ, അനു, മീനാക്ഷി, ജോമോൻ, അമിത്. വെൽക്കം. സോ ആദ്യം തന്നെ കോമൺ ആയിട്ടൊന്ന് ചോദിക്കുവാണേ, ഈ വാഴ എന്ന് പറയുന്ന നമ്മളിപ്പം വളരെ കോമൺ ആയിട്ട് നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന ഒരു വാക്കാണ് ആ വാഴ. ഇതാണ് അതിന് പല കോൺട്രാസ്റ്റ് ഉണ്ട് വാഴ എന്ന് പറയുന്നതിന്. എന്താണ് വാഴ എന്നൊരു സിനിമ? ഈ പറഞ്ഞ ഈ ഇന്റർവ്യൂവിന്റെ തുടക്കത്തിന്റെ സ്പെഷ്യാലിറ്റി ഞങ്ങളെ ആദ്യമായിട്ടാണ് 5 ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞ ഈ ഇന്റർവ്യൂ. സിനിമയുടെ പേരായിട്ട് കണക്ട് ചെയ്തിട്ടില്ല, 5 വാഴകൾ എന്ന് പറയാം. ബോയ്സ് സെഗ്മെന്റിൽ അല്ലെങ്കിൽ ബോയ്സ് കുറച്ച് അവരുടെ ഒരു ജനിക്കുമ്പോൾ തൊട്ട് ഈ പറയുന്ന ഒരു പഠിത്തം കഴിഞ്ഞിട്ടുള്ള ഒരു ജോലി കിട്ടുന്നതിന്റെ ഇടയിൽ ഒരു ടൈം ഗ്യാപ്പിൽ അവർ ഫേസ് ചെയ്യുന്ന സ്ട്രഗിളും അതൊക്കെയാണ് വാഴ കൺവേ ചെയ്യാൻ നോക്കുന്നത്. പൊതുവേ ഒരു അലസമായ ഒരു ജീവിതത്തിൽ അല്ലെ അങ്ങനെ ഒരു വന്ന് എസ്റ്റാബ്ലിഷ് ആയി പോകുന്ന, അതെ, മുദ്ര കുത്തപ്പെടുന്നവര് വാഴ. ഓക്കെ. ഈ സിനിമയുടെ ഇതിൽ തന്നെ പോസ്റ്റർ തന്നെ കാണാം മറ്റേ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. ആൺകുട്ടികളോടല്ല, എനിക്ക് പെൺകുട്ടികളോടാണ് ചോദിക്കാറുള്ളത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സാധനം ഇട്ടത്? ആൺകുട്ടികളുടെ മാത്രം കഥയാണോ അത്? അവരുടെ ആണ് മെയിൻ പരിപാടി പറയുന്നത്. ഇപ്പൊ നമ്മള് ഇപ്പൊ വിപിൻ ചേട്ടന്റെ കഴിഞ്ഞ പടം ജയ് 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 ഹേ സ്ത്രീ POVയിലാണ് പറഞ്ഞത്. ഫീമെയിൽ അനുഭവിക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ ഈ സിനിമയിലോട്ട് നമ്മൾ വരുമ്പോൾ ബോയ്സിനും കുറെ സങ്കടങ്ങളും അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന കഷ്ടപ്പാടുകളൊക്കെ ഫോക്കസ് ചെയ്യുന്ന പടമാണ് വാഴ. അപ്പൊ അതിനകത്ത് ഞങ്ങള് ഇവരുടെ ഓരോ ക്യാരക്ടേഴ്സിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട്. അത് റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇപ്പോ ഗേൾസിനായാലും ബോയ്സിനാണേലും ഈക്വൽ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണ് വാഴ. വളരെ ഒരു ഡിഫറെന്റ് ലുക്കിലാണ് മീനാക്ഷി ആക്ച്വലി. ഇപ്പം പോയിക്കെട്ടും അങ്ങനെ ഒരു ഹെയർ സ്റ്റൈലൊക്കെ വെച്ചിട്ട് എന്താണ് അല്ല നമ്മളിതിൽ കണ്ടിട്ടുള്ള ഒരു രൂപമല്ല. എന്താണ് ഒരു ക്യാരക്ടർ? എന്തോ നിങ്ങളെല്ലാരും എല്ലാരും അല്ലല്ല ഞാൻ ഓക്കെ പറയാം. ഇതിനു വേണ്ടിയാണ് മുടി കട്ട് ചെയ്തത്. ഇതിപ്പോ വളർന്നതാ ഇതിനേക്കാളും. അത്രേ ഉള്ളൂ. ഞാനൊരു ആൺകുട്ടികളെ പോലെ നടക്കാൻ ആഗ്രഹമുള്ള ഒരു പെൺകുട്ടി. അതാണ് എന്റെ ക്യാരക്ടറിന്റെ ഒരു സ്റ്റൈൽ. എനിക്ക് ഇതിനകത്തൊരു ചോദ്യം, അതായത് ഇപ്പൊ എല്ലാവരും ഇൻഫ്ലുവൻസേഴ്സ് ആണ് അല്ലേ? ഒരു പക്ഷേ ഇൻഫ്ലുവൻസേഴ്സിൽ നിന്ന് അല്ല, ഇൻഫ്ലുവൻസിങ് പ്രോഗ്രാമിൽ നിന്ന് സിനിമയിലേക്ക് വന്നവർ. ഇതിൽ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ് എനിക്ക് തോന്നുന്നു അമിത് സിനിമയിൽ നിന്ന് ഇൻഫ്ലുവൻസർ എന്നൊരു ടാഗ് ലൈനിലോട്ട് വന്നല്ലേ? ഇപ്പത്തെ ഒരു കോൺട്രാസ്റ്റിൽ അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പം എനിക്കൊന്ന് 2005 ഒരു വലിയൊരു ഹിറ്റ് ചിത്രത്തിന്റെ ഭാഗം ഞാൻ മനസ്സിലാക്കുന്നത്. അതെ അതെ, അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വീണ്ടും കുറച്ചുകൂടെ പ്രോമിനന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ഇതിന്റെ എനിക്ക് വാഴയിലാണ് ഒരു ത്രൂ ഔട്ട് പരിപാടി ഉള്ളത്. ഫാലിമി ഗുരുവായൂരം പരിപാടി എല്ലാത്തിനും വർക്ക് ചെയ്തിട്ടുണ്ട്. അതിനടുത്ത് ജോമോൻ 3 ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമാണ്. എനിക്ക് ഗുരുവായൂരമ്പലം നടയിലെ ഒരു ആദ്യം ഞാൻ പറയാം, എന്നെ സംബന്ധിച്ചോളം അല്ലെങ്കിൽ പ്രേക്ഷകരെ സംബന്ധിച്ചോളം ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ടൊരു സാധനമായിരുന്നു അത്. ഒരു ആക്ടർ എന്ന നിലയിൽ എത്രത്തോളം അത്, അതായത് ഇപ്പം സ്ക്രിപ്റ്റിൽ പറഞ്ഞതുപോലെ തന്നെയാണോ അതോ കയ്യിൽ നിന്ന് ഈ പറഞ്ഞ ഇംപ്രവൈസ് ചെയ്ത് ചെയ്യാനുള്ളൊരു? അഭിനയിക്കുന്ന സമയത്ത് ഇംപ്രവൈസും ചെയ്തിട്ടൊന്നുമില്ല. നമ്മള് ഡബ് സമയത്താണ് കൂടുതൽ സ്പേസ് ഉള്ള പോർഷനിൽ കൗണ്ടറൊക്കെ ചേട്ടനും കൂടെ ഇരുന്ന് തന്നെയാണ് പറഞ്ഞത്. അതെ അല്ലേ? ഒരു ഭയങ്കര എന്താ പറയാ, പെട്ടെന്ന് നമുക്ക്
ടപ്പേന്ന് അങ്ങ് ചിരിക്കും നമ്മള് ഓരോ. അതെ അതെ അതെ, എസ്പെഷ്യലി ആ ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ട് ഓരോ കൗണ്ടർ അടിക്കുന്നുണ്ട്. ശരിക്കും ഗുരുവായൂരമ്പല നടയിൽ ഈ പറഞ്ഞ പോലെ അനശ്വരയുടെ കൂടെയുള്ള ഒരു പാവാട കിട്ടുള്ള ലുക്കിലൊന്ന ഒരു ആളാണ്. റിലീസിന് ശേഷം എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് അത് ഒട്ടനവധി ആളുകൾ ചർച്ച ചെയ്യപ്പെട്ടു, ആരാണ് കൂടെയുള്ള കുട്ടി ആരാ? അല്ല അല്ല, നമുക്കറിയാലോ ഇപ്പം അതാരാണ് എന്നുള്ളൊരു ഇതുണ്ട്. അപ്പൊ എന്തായിരുന്നു പോസ്റ്റ് റിലീസ് എക്സ്പീരിയൻസ് എന്തായിരുന്നു? അല്ല അങ്ങനെ പ്രത്യേകിച്ച് എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു OTT വന്നതിന് ശേഷം കുറച്ചും കൂടെ ആയത്. ഫസ്റ്റ് എന്തോ ഒരു ട്രോൾ പേജിൽ എന്തോ പരിപാടി ഒരു ഇവന്മാരൊക്കെ PR തുടങ്ങി എന്നോട് പറഞ്ഞു ഇല്ലടാന്ന്. പിന്നെ അത് കഴിഞ്ഞ് ഇത് OTT ഇറങ്ങിയപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പിള്ളേർ എന്തൊക്കെയാണ് പരിപാടി, അവരിങ്ങനെ ആ പോർഷൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടു. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അയച്ചു. പിന്നെ മെൻഷൻസ് അങ്ങനെയൊക്കെ വന്നായിരുന്നു. അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ കൊള്ളാലോ. പിന്നെ ഇതിലെല്ലാം ഉപരി സവിൻ ചേട്ടൻ എന്നോട് ആ സീൻ എടുക്കുന്ന സമയത്ത് സവിൻ ബ്രോ ഉണ്ട്, സവിൻ ചേട്ടൻ വന്ന് പറഞ്ഞു ഇത് കണ്ടു, ഇതാ കട്ട് ചെയ്ത് പോയിട്ടില്ലെങ്കിൽ അടിപൊളി ആയിരിക്കും എന്ന് സവിൻ ചേട്ടനാണ് ഫസ്റ്റ് വന്ന് പറഞ്ഞത്. അതേ പോലെ കട്ടായി പോകും, അതൊന്നും വരത്തൊന്നുമില്ല, ആ മൂടായിരുന്നു. പിന്നെ അങ്ങനെ വന്നപ്പോൾ ഒരു സന്തോഷം തോന്നി, കാരണം ആരാണെങ്കിലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. അതായത് ആരാണ് സിയ എന്ന് കുറെ പേര് ചോദിച്ചു, അതിന്റെ ഒരു ഉത്തരം വാഴയിലൂടെ ലഭിക്കുമെന്നാണ് ഞങ്ങൾ അല്ല അങ്ങനെയല്ല, ശിവമാരെ കൊല്ലാണല്ലോ. ഇല്ലല്ലോ ഒരിക്കലല്ല, അത്രക്കൊന്നുമില്ല. ജോമോൻ്റെ ട്രെയിലറിൽ കണ്ടു, ജോമോൻ്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് നോബിച്ചേട്ടനാണ്. അപ്പം എങ്ങനെയായിരുന്നു ആ നോബിച്ചേട്ടനുമായിട്ടുള്ളൊരു? പിന്നെ നോബിച്ചേട്ടൻ നമ്മുടെ നാട്ടിൽ തന്നെ ഒരു 10-15 കിലോമീറ്ററിനകത്തുള്ള ഒരാളാണ്. അപ്പം പുള്ളിയുടെ പരിപാടികളെല്ലാം കണ്ട് പുള്ളി കാണുമ്പോഴേ നമ്മള് ചിരിയാണല്ലോ. അവിടെ ലൊക്കേഷനിൽ വരുമ്പോൾ ഇവര് ഇപ്പൊ നമ്മുടെ അമിതേന്റെ ഫാദറായിട്ട് അഭിനയിക്കുന്ന നസീർക്കായിരുന്നാലും ഇവരെല്ലാരും ഒരു പ്രത്യേക മൂഡിലാണ്. എന്നുവെച്ചാൽ വേറെ ഷൂട്ട് ക്യാരക്ടറായിട്ട് നിൽക്കുക. അവര് ചിലപ്പോൾ നമ്മളെ മക്കളടുത്ത് അധികം സംസാരിക്കൂല, ചിരിക്കില്ല, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പുള്ളിക്ക് കിട്ടിയ പരിപാടി മൊത്തത്തിൽ ഇതിൽ വേറെയാണ്. ഇതുവരെ വേറൊരു പടത്തിലും കാണിക്കാത്ത കുറച്ച് പരിപാടികളാണ്. മകനായിട്ട് തന്നെ ഏറ്റെടുത്തു അല്ലേ? വാഴ എന്ന് കേട്ടപ്പോൾ മീനാക്ഷിയെ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആക്കിയൊരു കാര്യം എന്തായിരിക്കും? അല്ലൊരു അങ്ങനെ ഒരു പ്രോജക്റ്റ് മുന്നിൽ വന്നപ്പോൾ വാഴ എന്നാണല്ലോ. എന്തായിരിക്കും അത്? എനിക്ക് ആക്ച്വലി ആദ്യം കാണുന്ന കാസ്റ്റിംഗ് കോള് ഇൻസ്റ്റഗ്രാമിൽ എന്റെ ഫ്രണ്ട്സ് കുറെ പേര് അയച്ചിരുന്നു. അപ്പൊ ഞാൻ അയച്ചു. നമ്മൾക്ക് ഓഡിഷന് പോയി നല്ല പരിചയമുണ്ട്, റിജക്ഷനും കിട്ടി, നല്ല യൂസ്ഡ് ആയി. അപ്പൊ നമ്മള് പോകുമ്പോ വിചാരിക്കുന്നില്ല ഇത് നമ്മള് സെലക്ട് ആവോ ഇല്ലയോ. പക്ഷെ അന്ന് തന്നെ സെക്കൻഡ് ഓഡിഷന് വിളിച്ചു, അപ്പൊ തന്നെ സെലക്ട് ആയി. അതൊരു 2-3 ദിവസത്തിലാണ് അറിയുന്നത്. അപ്പൊ ഞാൻ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം ഡെഫിനറ്റ്ലി ടീമാണ്. വിപിൻ ചേട്ടനായാലും ആനന്ദായാലും ആ ടീമിനെ നമുക്ക് അറിയാം, ഭയങ്കര ഫെമിലിയർ ആണ്, അവരുടെ വർക്കൊക്കെ ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ളത്. അത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് ഇംപ്രഷൻ. നമുക്ക് പിന്നെ ഒരു ആസ്പയറിംഗ് ആക്ടർ എന്നുള്ള രീതിയിൽ നമുക്ക് എന്തൊരു ക്യാരക്ടർ വന്നാലും നമുക്ക് സന്തോഷമാണ്. നല്ല ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. ഫുള്ളി എക്സൈറ്റഡ് ആണ്. പിന്നെ ഇവരൊക്കെ ജോലിയായിരുന്നു എല്ലാവരും. ബൈക്ക് ഓടിക്കുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു. അപ്പൊ പുള്ളിക്കാരത്തി അവിടെ ലൊക്കേഷനിൽ വന്നിട്ട് ബൈക്ക് ഓടിച്ച് പഠിക്കുന്നത്, മേനോട് ആക്ഷൻ പറയുമ്പോൾ ബാക്കിൽ കൂടെ ബൈക്ക് ഓടിച്ച് പോകും, പറമ്പിൽ കൂടെ സീൻ എടുക്കാൻ വന്നപ്പോ ബൈക്ക് എന്ന് പറഞ്ഞു വീണു. കട്ടായി പോയി തോന്നുന്നുണ്ട്. അതായത് ഓഡിഷന് പോയപ്പോ ഇവരെന്റെ അടുത്ത് ചോദിച്ചു ബൈക്ക് ഓടിക്കാൻ അറിയോ. നമുക്ക് റോള് കിട്ടണം. എനിക്ക് ചെറുതായിട്ട് അറിയായിരുന്നു, പക്ഷെ ഞാൻ ഭയങ്കര എനിക്കറിയാം പക്ഷെ ഞാൻ പഠിച്ചു. നമ്മളുടെ സെറ്റിൽ ഉണ്ടായിരുന്ന മാർട്ടിൻ ചാരനും പിന്നെ AD ജിനോവിനും ആണ് രണ്ടുപേരും എന്നെ എടുത്ത് പഠിപ്പിക്കുകയായിരുന്നു. ഷെഡ്യൂൾ 2 ജിനോവിനും ഷെഡ്യൂൾ 1 മാർട്ടിൻ ചാരനും. ആദ്യത്തെ ഷെഡ്യൂൾ 1 ഞാൻ വീണിട്ടില്ല, നല്ലോണം ഓടിച്ചു, സെറ്റ് അല്ല നല്ല സീനായിരുന്നു. പക്ഷെ ഷെഡ്യൂൾ 2 അത് കുറച്ചൊരു കയ്യപ്പ. അതിപ്പോ നമുക്ക് ലൈറ്റ് പോകുന്നുണ്ടായിരുന്നു. അപ്പൊ എല്ലാവരും ഒരു ഹറിബറിയിലാണ്. ഉച്ചക്ക് 12 മണിക്ക് ലൈറ്റ് വിശ്വസിക്കരുത്, ഇവര് പറയുന്നൊന്നും സത്യമല്ല. ഞാൻ അപ്പൊ ലൈറ്റ് വേറൊരു ലൊക്കേഷനിലേക്ക് പോകണമായിരുന്നു. അപ്പൊ എല്ലാരും കുറച്ച് തിരക്കിലായിരുന്നു. ഞാൻ ചെറുതായിട്ടൊന്നും ഇങ്ങനെ
ഇങ്ങനെ ഇതായതേ ഉള്ളൂ, വീണിട്ടില്ല. കാലിന്റെ മുട്ട് വരെ പാന്റ് വെച്ചിട്ട് ജോമിനെ അടുത്ത് കണ്ടോ ഇതിവിടെ മുറിഞ്ഞിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് അവിടെ എന്റെ കാല് മുറിഞ്ഞിട്ടേ ഇല്ല. സിനിമയിലെ ഏറ്റവും ഒരു നല്ലൊരു ഫൺ എന്താണ് ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? വീട്ടില് ആകെ ഒന്ന് ഓണാവുന്നത് പുള്ളിക്കാരത്തി ഇടയ്ക്കിടയ്ക്ക് ഷൂട്ടിന് വരും. കാരണം എവള് എന്ന് വന്നാലും അന്ന് മഴ. അങ്ങനെ വിപിൻ ചേട്ടൻ ഇതേ കണക്ക് സീൻ പ്ലാൻ ചെയ്യും. അല്ല ഹോസ്പിറ്റൽ സീനില് അതിപ്പോ ഒക്ടോബറിൽ ഒക്ടോബറൊക്കെ മാറി അങ്ങനെ 8 ദിവസം നീക്കി വെച്ച്. അല്ലല്ല, എന്റെയും എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. എന്റെ അച്ഛനായിട്ട് അഭിനയിച്ച അനീഷായിരുന്നു നമ്മുടെ കോ പ്രൊഡ്യൂസറാണ്. പുള്ളിക്കാരൻ വരുമ്പോഴായിരുന്നു മഴ. ഞാൻ ഇന്ന് കേരളം മൊത്തം വരൾച്ച, പിന്നെ ഇങ്ങനെ ഈ മഴ വന്നുള്ള കാര്യം. ജോമോനും അമിത്തും നല്ല സുഹൃത്തുക്കളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ രണ്ടുപേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോ ആക്ടേഴ്സ് എന്ന രീതിയിൽ ഞാൻ എന്റെ ചേട്ടനെ പോലെയാണ് കാണുന്നത്. പക്ഷെ രണ്ടുപേരും ഒരു പ്രായം, ഒരു പ്രായം ചേട്ടർ പോലെ കാണാൻ. നമ്മൾ ഒരുപാട് നാളായിട്ട് ഒന്നിച്ച് വർക്ക് ചെയ്തതല്ല, അപ്പൊ അതുകൊണ്ട് നമുക്കത് ഭയങ്കര അല്ല ഒരു കോ ആക്ടറായിട്ട് മാറുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടാവുമല്ലോ. ഇത്രയും സുഹൃത്തുക്കളാണ്, പക്ഷെ അതുകൊണ്ട് കോ ആക്ടറായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് കംഫർട്ടബിൾ ആയിരുന്നു കുറച്ച്. പിന്നെ കംഫർട്ടബിൾ ഉറപ്പായിട്ടും. കാരണം ഞാൻ എന്ത് ചെയ്യുന്നു അവനും അറിയാം വളരെ വ്യക്തമായിട്ട്, അവൻ എന്ത് ചെയ്യുന്നു എനിക്ക് അധികം കോമ്പിനേഷൻ സീനുകൾ നിങ്ങൾ തമ്മിലുണ്ടായിരുന്നു. ഞങ്ങൾ 5 പേരുടെ പെർസ്പെക്റ്റീവിൽ പോണ ഒരു കഥയാണ്. അതെ അല്ലേ? അമിത്, ജോമോൻ, ഞാന്, രാജ്, സിജു. ഓക്കെ. ഈ പറഞ്ഞ പക്ഷേ ഈ ജോമോനായിട്ട് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതുകൊണ്ട് ഈ പറഞ്ഞ അഭിനയം ഭയങ്കര കംഫർട്ടായിരുന്നു പരിപാടി. എനിക്ക് തോന്നുന്നു സിനിമയിൽ ഭയങ്കര എല്ലാം യൂത്ത് യങ്സ്റ്റേഴ്സിന്റെ ഒരു വലിയ ബെൽറ്റാണ്. ഇവിടെ ഇല്ലാത്ത കുറെ പേര് ഉണ്ട്. സിജു അങ്ങനെ അതെ അതെ എൻ്റെ എല്ലാവരും ഉണ്ട്. അപ്പം യൂത്തിന് പ്രതീക്ഷിക്കാം വാഴ എന്ന് പറയുന്നൊരു സംഭവം അല്ലേ? ഇപ്പം ഈ പറഞ്ഞ പോലെ നീ ഒരു വാഴയല്ലേ എന്ന് പറയുന്നത് നാളെ ഒരു പോസിറ്റീവായിട്ട് നീ ഒരു മാറാനുള്ള ഒരു ആ ഒരു മാറ്റം കൊണ്ടുവരാൻ ഒരു എന്ന് പ്രതീക്ഷിക്കും. ഓഗസ്റ്റ് 15 എന്ന് പറഞ്ഞ ദിവസം കേരളത്തിലെ എല്ലാ തിയേറ്ററുകളിലും വാഴ പൂണ്ടു വിളയാടട്ടെ. വാഴ എന്ന് കേട്ടാൽ നമുക്ക് ഇനിയും എന്താ പറയാ, അതെ ഏറ്റവും ഡിമാൻഡുള്ള സാധനം ഈ വാഴയാണ്. ഈ മാസം ഓഗസ്റ്റ് 15-നാണ് വാഴ ബയോപിക് ഓഫ് ബില്യൺ ബോയ്സ് റിലീസ് ആവുന്നത്. അപ്പൊ എല്ലാവരും തിയേറ്ററില് ഫ്രണ്ട്സിന്റെ കൂടെയും ഫാമിലിയുടെ കൂടെയും പോയി കാണാം, അടിച്ചു പൊളിക്കുക. ഉറപ്പായിട്ടും ഒരുപാട് ചിരിക്കാനും അതുപോലെ തന്നെ പല കാര്യങ്ങളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പാരന്റ്സും കൂടെ കാണേണ്ട പടം തന്നെയാണ്, പിള്ളേരുടെ പടം മാത്രമല്ല, പാരന്റ്സിന്റെയും കൂടെ പടമാണ്. ഒരു ഫാമിലി ഉറപ്പായിട്ടും കണ്ടിരിക്കേണ്ട പടമാണ്. ബോയ്സിനും ഗേൾസിനും ഈക്വലി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പരിപാടിയായിരിക്കും. എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. നല്ലൊരു സിനിമയായിട്ട് വരട്ടെ. ഓഗസ്റ്റ് 15 അടിപൊളിയാവട്ടെ.